السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين والحمد لله رب العالمين. فقد قال الله تعالى في قرآنه العزيز: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. واعلموا يا أمة محمد ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗതീയന്താവായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച സർവ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ ഒത്തുകൂടലിന്റെ ഭാഗമായി പുറത്തു നൽകുമാറാവട്ടെ. ശിഷ്ടകാലം പാപമുക്തരായി നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള സർവ സൗഭാഗ്യങ്ങളെയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്.
സാമൂഹിക ജീവിയാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ സഹായം കൂടാതെ, ആശ്രയം കൂടാതെ സ്വയം പര്യാപ്തനായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റേ അർത്ഥത്തിൽ ഏതൊരു വിഷയത്തിനും സഹകരണവും സഹവർത്തിത്വവും സ്നേഹവും സൗഹാർദ്ദവും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്ന ഒരു കൂട്ടരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടനവധി കൂട്ടുകാരുടെ ശൃംഖല തന്നെ ഉണ്ടാവും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ മിത്രത്തെ, സുഹൃത്ത് ബന്ധങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറ്റമിത്രം എന്ന് പറയാൻ പറ്റുന്നതിലപ്പുറം നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന മിത്രങ്ങളെയാണ്, കൂട്ടുകാരെയാണ് നമുക്ക് പലപ്പോഴും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാണുന്ന സമയത്ത് നല്ലതുപോലെ പല്ലുകൊണ്ട് ചിരിച്ചു കാണിച്ച്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് അവസരം കിട്ടുന്ന സമയത്ത് നിന്നെ ഞാൻ ഒതുക്കിക്കളയാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് 99% കൂട്ടുകാരുടെ സ്വഭാവമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആത്മാർത്ഥമായ കൂട്ടുകാരൻ സന്തോഷ സന്താപ സമ്മിശ്ര സന്ദർഭങ്ങളിലെല്ലാം നമ്മളുമായി ഒട്ടിച്ചേർന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോ അത് എന്റെയും പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണം എന്നുള്ള മാനസികമായ ഒരു നിലയിലേക്ക് എത്തിയവരാണ് യഥാർത്ഥമായ കൂട്ടുകാർ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല കൂട്ടുകാരെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ആ കൂട്ടുകാരെയാണ് നാം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. അതല്ലാത്ത കൂട്ടുകാര് മുഴുവനും അവസരം കിട്ടുന്ന സമയത്ത് നമ്മെ വഞ്ചിക്കുകയും നമ്മെ പരാജയപ്പെടുത്താനും നമ്മെ എങ്ങനെയെങ്കിലും ഒറ്റിക്കൊടുക്കണമെന്ന് ഗണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ് ഒട്ടുമിക്ക കൂട്ടുകാരും. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് കൂട്ടുകാരനെ നൽകുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ സുവിശേഷത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ, ആരെയായിരിക്കണം നാം കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടുകാരനെ നമ്മുടെ ഉറ്റമിത്രമായി നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മേഖലകളിലും നാം ആ കൂട്ടുകാരനെ കൊണ്ട് വിഷമിക്കേണ്ടി വരൂല. എല്ലാ സമയത്തും ആ കൂട്ടുകാരനെ കൊണ്ട് സന്തുലിതമായ സന്തോഷകരമായ അവസ്ഥ മാത്രം നിലനിർത്താൻ പര്യാപ്തമാകുന്ന കൂട്ടുകാരനെ വാർത്തെടുക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ നിർദ്ദേശം
നാം വേണ്ടതുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ കൂട്ടുകാരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള മുന്നറിയിപ്പ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടുകാരൻ ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 55ാമത്തെ സുവിശേഷത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. തീർച്ചയായും നിങ്ങളെ ഉറ്റമിത്രം അല്ലാഹ് ജഗതിയന്താവായ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നുമല്ലാത്ത സമയത്ത് എല്ലാം സംവിധാനിച്ചുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ സൃഷ്ടാവായ ജഗതിയന്താവുണ്ടോ, ജഗതിയന്താവായ റബ്ബുണ്ടല്ലോ. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളുടെ ഉറ്റമിത്രമായി നിങ്ങൾ പരിഗണിക്കേണ്ടുന്ന ആദ്യത്തെ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലാഹ്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹയാണ്. അല്ലാഹുവിനെ വേണ്ടതുപോലെ അംഗീകരിച്ച് പരിഗണിച്ച് വിശ്വസിച്ച് ആത്മാർത്ഥതയോടുകൂടെ അല്ലാഹുവുമായി ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഉറ്റമിത്രമായി നാം കാണുന്ന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ വഞ്ചിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകൂല, നമ്മെ പരാജയപ്പെടുത്തുന്ന ഒരു ഇടപെടലുകൾ ഉണ്ടാകൂല, നാം നശിക്കണമെന്ന് ആഗ്രഹിക്കൂല. എല്ലാ സമയത്തും എന്റെ ഉറ്റമിത്രമാകുന്ന എന്റെ അടിമ വളരണം, ഉയരണം, ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കണമെന്നുള്ള ചിന്ത മാത്രമാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് വേണം? ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളുടെ ഏറ്റവും ഉറ്റമിത്രം അത് അല്ലാഹുവായി നിങ്ങൾ അംഗീകരിക്കണം, പരിഗണിക്കണം. രണ്ടാമത് നിങ്ങളുടെ ഉറ്റമിത്രം ആരാണെന്ന് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവിന്റെ റസൂലാണ്. സന്തോഷ സന്താപ സമ്മിശ്ര സന്ദർഭങ്ങളിലെല്ലാം നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഉറ്റമിത്രമുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. രണ്ടാമതായി നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയത്തിന് അവകാശമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ സന്തോഷത്തിൽ നമ്മോട് ഇടപെടുന്ന ഒരു നേതാവ്, നമ്മുടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് സന്താപ സന്ദർഭങ്ങളിൽ നമ്മോട് ഇടപെടുന്ന ഒരു നേതാവ്, അങ്ങനെയുള്ള നേതാവ്, അങ്ങനെയുള്ള കൂട്ടുകാരനാണ് ഉറ്റമിത്രമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഉള്ളവരെ, ഇങ്ങനെ ഒരു കൂട്ടുകാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ അല്ലേ നമ്മുടെ ഉറ്റമിത്രമായി നാം പരിഗണിക്കേണ്ടത്. അത് പരിഗണിക്കാത്ത കാലമത്രയും നമ്മുടെ കൂട്ടുകാര് മുഴുവനും ഏത് വിഷയങ്ങളിൽ നാം അകപ്പെട്ടാലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാവൂല. ഒന്നിരിക്കൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മെ കൂടെ കൂടിയവർ,
അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ കൂടെ കൂടിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ബലം കൊണ്ട് നമ്മുടെ കൂടെ കൂടിയ ആളുകൾ, ഇതല്ലാതെ ആത്മാർത്ഥമായി നാളെ പാരത്രികമായ ലോകത്തും അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്തും അവിടെയും ഞാൻ പരാജയപ്പെടുമ്പോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥമായ കൂട്ടുകാർ. മൂന്നാമതായി പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആദ്യത്തെ കൂട്ടുകാരൻ സൃഷ്ടാവായ അള്ളയാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ ആ സൃഷ്ടാവിന്റെ എല്ലാവിധ വിധിവിലക്കുകളും എല്ലാ നിലയിലും അംഗീകരിച്ച് മാതൃക കാണിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കൂട്ടുകാരനെയും കൂട്ടുകാരായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ആ കൂട്ടുകാർ നമ്മെ വഞ്ചിക്കൂല. മൂന്നാമതൊരു കൂട്ടുകാരനെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പരാമർശിക്കാം മൂന്നാമത്തെ കൂട്ടുകാരൻ. മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? അമ്പാനിയോ? അല്ലാഹു. രണ്ടാമത്തെ കൂട്ടുകാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആ കൂട്ടുകാരനിലൂടെ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ